ജീവനക്കാർ രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ എറണാകുളത്ത് ഫെഡറൽ ബാങ്കിൻ്റെ തൃശ്ശൂർ ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ജീവനക്കാർ ചേർന്നുകൊണ്ട് ഇവിടെ വലിയൊരു ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭം ഏകദേശം 1.5 വർഷത്തിലധികമായി ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഡെമോൺസ്ട്രേഷനുകളും ധർണകളും റാലികളും പ്രക്ഷോഭങ്ങളും ഒക്കെയായി ഇത് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ സമരത്തിൽ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്ഥിരം നിയമനങ്ങളാണ്. ബാങ്കിൽ അനവധി സ്ഥിരം നിയമനത്തിൻ്റെ ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ അത്തരം ഒഴിവുകൾ വേക്കൻസികൾ ഫില്ല് ചെയ്യാതെ ഇവിടെ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലും മറ്റും തൊഴിലാളികളെ എടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത് സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ അവകാശമാണ്. അത് നിഷേധിക്കുന്നത് തെറ്റാണ്. ഫെഡറൽ ബാങ്കിൽ ഇന്ന് ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് റിക്രൂട്ട്മെൻറ്റിനുള്ള ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ക്ലർക്ക്, ബാങ്കിലെ പിയൂണ്, പാർട്ട് ടൈം സ്വീപ്പർ ഇത്തരത്തിലുള്ള താഴെക്കിടയിലുള്ള തസ്തികയിലേക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉയർത്തുന്ന വിഷയം. ഫെഡറൽ ബാങ്ക് കേരളത്തിൽ തുടങ്ങിയ ഒരു ബാങ്കാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്ക് എന്നുള്ള തരത്തിലേക്ക് ഫെഡറൽ ബാങ്ക് മാറിക്കഴിഞ്ഞു. ഏകദേശം 4,61,000 കോടി രൂപയുടെ ബിസിനസ്സും 1,500-ൽ പരം ശാഖകളും ഫെഡറൽ ബാങ്കിലുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ നടപടി ആരംഭിച്ചിട്ട് എത്ര നാളായി? 1.5 വർഷമായി ഞങ്ങൾ സമരത്തിലാണ്. ഈ ബാങ്കിൻ്റെ നടപടി ഇപ്പോൾ എത്ര വർഷമായി? ബാങ്കിൻ്റെ നടപടികൾ അത് കുറച്ച് കാലങ്ങളായി അത് വളരെ ചെറിയ തോതിൽ തുടങ്ങി. അത് വ്യാപിപ്പിക്കാനുള്ള തരത്തിലേക്കാണ് മാനേജ്മെൻറ്റ് പോകുന്നത്. അതിനെയാണ് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത്, ഒരു തൊഴിലാളി സംഘടന എന്നുള്ളത്. നമസ്കാരം. രാജ്യത്തെ 1ാം തലമുറ സ്വകാര്യ ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഫെഡറൽ ബാങ്ക് ജീവനക്കാരാണ് ബാങ്കിന്റെ മാനേജ്മെന്റിനെതിരെ സമരക്കാഹളം മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി പുതിയ നിയമനങ്ങൾ നടത്താതെയും നിലവിലെ ബാങ്കിന്റെ സ്റ്റാഫുകളെ ഇല്ലായ്മ ചെയ്തും തീവ്ര നിലപാടെടുക്കുന്ന ഡയറക്ടേഴ്സിനെതിരെ ശക്തമായ താക്കീത് കൊടുത്ത് പാലാരിവട്ടത്ത് ഫെഡറൽ ബാങ്കിന് മുന്നിൽ ശക്തമായ സമരധർണ നടത്തി. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ 1000-ലധികം ജീവനക്കാർ പങ്കെടുത്ത കൂട്ടുധർണയിൽ താഴെത്തട്ടിലെ തസ്തികകൾ കരാറുകാർക്ക് നൽകി മാനേജ്മെന്റ് യുവാക്കളെയും സമൂഹത്തിനെയും നന്ദിയേട് കാണിക്കുകയാണെന്ന് ജനറൽ സെക്രട്ടറി സുജിത് രാജു കുറ്റപ്പെടുത്തി. പരിപാടിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രസിഡന്റ് വിശാൽ താക്കർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സന്ദീപ് നാരായണൻ, അംബുജം, ജനീബ് കാച്ചപ്പള്ളി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. RBI flags pursuit to growth of cost of risk built up. Risk is increasing day by day with increasing profit greed in the bank. പാർലമെന്റ് പാസ്സാക്കി നിയമങ്ങളൊക്കെ വായിച്ചാൽ ഒറ്റ വായിക്കാൻ നമുക്ക് വലിയ രോമാഞ്ചം ഉണ്ടാവും. കാരണം തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ വായിക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ടോ? രോമാഞ്ചം കൂടി എൻ്റെ കണ്ടിക്കല്ലിൽ വരെ രോമങ്ങളിങ്ങനെ തുത്തര എഴുതിയിട്ടുണ്ട്. അത്രയധികം വ്യവസ്ഥ. പക്ഷേ ഈ വ്യവസ്ഥ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.